ചാമ്പ്യൻസ് ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ തകർത്തു PSG. നിർണായക മത്സരത്തിൽ PSG 2-നെതിരെ 4 ഗോളുകൾക്ക് മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തി. പാർക്ക് ഡെസ് പ്രിൻസസിൽ നടന്ന മത്സരത്തിൽ 2 ഗോളുകൾക്ക് മുന്നിട്ട് നിന്ന ശേഷമാണ് സിറ്റി തോൽവി ഏറ്റുവാങ്ങിയത്. തോൽവിയോടെ നിലവിൽ പോയിന്റ് ടേബിളിൽ 25ാം സ്ഥാനത്തുള്ള സിറ്റിക്ക് അവസാന 16-ലെത്താനുള്ള പ്ലേ ഓഫ് കളിക്കാൻ അവസാന മത്സരം ജയിക്കണം. PSG-യുടെ ആക്രമണങ്ങൾ നിറഞ്ഞ ഗോൾ രഹിതമായ ആദ്യ പകുതിക്ക് ശേഷം ഗോൾ നിറഞ്ഞ രണ്ടാം പകുതിയാണ് പാരീസിൽ കണ്ടത്. രണ്ടാം പകുതിയിൽ 50-ാം മിനിറ്റിൽ ജാക്ക് ഗ്രീലിഷിലൂടെയും 53-ാം മിനിറ്റിൽ എർലിംഗ് ഹാലൻഡിലൂടെയും സിറ്റി മത്സരത്തിൽ മുന്നിലെത്തി. എന്നാൽ ഇതിനുശേഷം PSG-യുടെ ശക്തമായ തിരിച്ചുവരവാണ് കാണാൻ സാധിച്ചത്. 56-ാം മിനിറ്റിൽ ആദ്യ ഗോൾ ബ്രാഡ്ലി ബാർക്കോളയുടെ മികച്ച റണ്ണും പാസും ഡെംബെല്ലയുടെ ഗോളിൽ കലാശിച്ചു. 60-ാം മിനിറ്റിൽ ബാർക്കോള PSG-ക്ക് സമനില ഗോൾ സമ്മാനിച്ചു. ആക്രമണങ്ങൾ തുടർന്ന PSG 78-ാം മിനിറ്റിൽ വിറ്റീനി എടുത്ത ഫ്രീ കിക്കിൽ നിന്ന് യാവനോസിന്റെ ഹെഡർ ഗോളിലൂടെ ലീഡെടുത്തു. തുടർന്ന് ഇഞ്ചുറി ടൈമിൽ ഗോൺസാലോ റാമോസിന്റെ ഗോൾ PSG-യുടെ വിജയം ഉറപ്പിച്ചു. മത്സരത്തിലെ കണക്കുകളിലേക്ക് വന്നാൽ 64% ബോൾ പൊസിഷൻ PSG-ക്കായിരുന്നു. 26 ഷോട്ടുകൾ PSG മത്സരത്തിൽ തൊടുത്തു. 9 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ്. 615 പാസുകൾ. 91% കൃത്യതയോടെ PSG പൂർത്തിയാക്കി. 9 ഷോട്ടുകൾ മാത്രമാണ് സിറ്റിക്ക് തൊടുക്കാനായത്. 6 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ്. 386 പാസുകൾ. 82% കൃത്യതയോടെ സിറ്റി പൂർത്തിയാക്കി. ഈ വിജയത്തോടെ 7 മത്സരങ്ങളിൽ 10 പോയിന്റുമായി PSG ലീഗിൽ 22ാം സ്ഥാനത്താണ്. 7 മത്സരങ്ങളിൽ 8 പോയിന്റുള്ള സിറ്റി 25ാം സ്ഥാനത്തും. അവസാന ഗ്രൂപ്പ് പോരാട്ടത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി ക്ലബ് ബ്രൂഷിനെയും PSG സ്റ്റുഗർട്ടിനെയും നേരിടും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.